ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അതെ, അമ്മ ജോലിയിൽ വലിയ കൊമ്പത്താളാണെങ്കിലേ വീട്ടില് നമ്മുടെ അമ്മ പൂച്ചയാ. മനസ്സിലേ? ഇവിടുത്തെ പുലികളെ ഞങ്ങളാ, അതിലൊരു സംശയമില്ല. ഞാൻ പറയുന്നത് അക്ഷരം പ്രതി അനുസരിച്ചേക്കണം കേട്ടാ. അതായത് ഈ വീട്ടില് ഞങ്ങൾ പറയുന്നത് കേട്ട് പഞ്ചപുച്ഛം അടക്കി നിൽക്കാൻ വിധിക്കപ്പെട്ടവളാ നീ. മനസ്സിലായ? അതായത് അമ്മ കൈയെടുക്കണം. ശബ്ദം പോലെ ഉയർത്താനേ ഞങ്ങളുടെ 3 പേര് അനുവാദം വേണം. എന്ന് വെച്ചാ ഈ വീട്ടില് ഞങ്ങളാണ് കളക്ടർ. എഴുന്നേക്ക് 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 എഴുന്നേക്കാൻ എഴുന്നേക്കടി. ഫയല് മടക്കി വെച്ച് നാളെ പരീക്ഷ ഒന്നും. അതെ, ഫയല് മടക്കി വെച്ചില്ല. കിച്ചണിൽ പോ, കിച്ചണോ 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 പോവാൻ. മനുഷ്യനെ നാണം കെടുത്തല്ലേ. എന്ന് വെച്ചാ നാണം കെടുത്തു ഞാൻ. ആ അങ്ങനെ വഴിക്കുവാ വഴിക്കുവാ. ചെല്ല് ചെല്ല് ചെല്ല്. കമോൺ കമോൺ. ഭക്ഷണം ഇടയാ? ഇരുന്നോ. ചോറെടുക്കമ്മേ. ചോറ് എടുക്ക ചേച്ചിയമ്മേ. പാത്രം എടുത്ത് ചോറ് വിളമ്പാൻ. ചേച്ചിയമ്മ ചോറെടുക്ക്. ഒന്ന് വേഗം എടുക്കമ്മേ. കുറച്ചുകൂടി ചോറിട് ചേച്ചിയമ്മേ. ഞങ്ങൾക്ക് 2 പേർക്കും വേണ്ടിയിട്ടല്ലേ. ആ പിന്നെ എന്റെ മക്കൾക്ക് കറി വിളമ്പി കൊടുക്ക്. എന്റെ പിള്ളേർക്ക് ഒന്ന് വിട്ടുപോരുത്. ചേച്ചിയമ്മേ, എനിക്കത് വേണേ. ആ ഒക്കെ വിളമ്പി തരും. മതിയോ? ഇനി ആ ചോറും കറിയും നന്നായിട്ട് കുഴച്ച് കുഴച്ച് കുഴച്ചിട്ട് എന്റെ കുട്ടികൾക്ക് വാരി കൊടുക്ക്. വാരി കൊടുക്കടി. ഈ കറിയും കൂടി വിളമ്പമ്മേ. ആ ഇനി വാരുത്താ അമ്മേ. ആദ്യം എനിക്ക്. ഇനി എനിക്ക്. ഇനി വലിയ കുട്ടിക്ക് തരുമോ? തരാൻ. കൊടുക്കമ്മേ. കൊടുക്ക് ചേച്ചിയമ്മേ. വെരി ഗുഡ്. ഇനി ഞങ്ങൾക്കതാ. അതെ, അമ്മ ജോലിയിൽ വലിയ കൊമ്പത്താളാണെങ്കിലേ വീട്ടില് നമ്മുടെ അമ്മ പൂച്ചയാ. മനസ്സിലേ? ഇവിടുത്തെ പുലികളെ ഞങ്ങളാ, അതിലൊരു സംശയമില്ല. ആ മക്കളെ, ഇനി ഇങ്ങനത്തെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അച്ഛനോട് പറഞ്ഞാൽ മതി. അച്ഛൻ ഡീൽ ചെയ്തോളാം. എനിക്ക് വേഗം വേഗം താ അമ്മേ. ഇനി എനിക്ക് താ ചേച്ചിയമ്മേ.
സുബൈദ, സുബൈദ, എന്താ വിളിച്ചത്? നീ അവളെ ഒന്ന് വിളിച്ചേ. എന്നെ നിങ്ങൾ എല്ലാവരും കൂടി ഒരു വില്ലന്റെ പരിവേഷം ചാർത്തി എല്ലാവരും കൂടെ അകറ്റി നിർത്തിയിരിക്കുമല്ലേ എന്ന്. എന്നിലും ഒരു മനുഷ്യനുണ്ട്. അത് നിങ്ങൾക്കൊക്കെ മുന്നിൽ തുറന്നു കാണിക്കാൻ എനിക്കറിയില്ല. പിന്നെ നമുക്കുണ്ടായ തീരാനഷ്ടം അതെന്റെ മനസ്സിനെ വല്ലാതെ ബാധിച്ചു. അതുകൊണ്ട് ഒരല്പം ക്രൂരമായി എനിക്കെല്ലാവരോട് പെരുമാറേണ്ടി വന്നു എന്നുള്ള സത്യ. ആ, നീ അവളെ ഒന്നിങ്ങ് വിളിച്ചേ. എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അവളോട് സംസാരിക്കാനുണ്ട്. നൂറേ, ആ, ഇങ്ങോട്ട് വാ, പറയട്ടെ. വാ മോളെ, പറയട്ടെ. ചെയ്തതെല്ലാം തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ചില കാര്യങ്ങൾ വേദനിപ്പിച്ചു എന്ന് എനിക്കറിയാം. ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കഴിഞ്ഞത് കഴിഞ്ഞു. സുബൈർ ഖാന്റെ ഒരു ആഗ്രഹേ നിന്റെ പഠിത്തക്കാര്യമായിരുന്നു. അവസാന നിമിഷങ്ങളിലൊക്കെ അതേക്കുറിച്ച് പറയുകയും സങ്കടപ്പെടുകയൊക്കെ സുബൈർക്ക് ചെയ്തു എന്നും ദേ സുബൈദ പറയുമ്പോഴാ ഞാൻ അറിയുന്നേ. അതുകൊണ്ട് ഞാനായിട്ട് നിന്റെ പഠിത്തക്കാര്യത്തിൽ തടസ്സം നിൽക്കത്തില്ല. പഠനം തുടരാം. പഠനത്തിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ തിരക്കും അന്വേഷിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാനോ പഠിച്ചിട്ടില്ല. എന്റെ മകനെ എനിക്ക് പഠിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ പഠിക്കാൻ മിടുക്കിയായ നൂർജഹാനിലൂടെ ഞാൻ ആ പോരായ്മ അങ്ങ് പരിഹരിക്കാൻ പോവുക. പഠിക്കാൻ ഇഷ്ടമുള്ള അത്രയും നിനക്ക് പഠിക്കാം.